പട്ടിണി മാറ്റിയാൽ, പാവങ്ങളുടെ കുട്ടി കോളേജിൽ പോയാൽ, പാവങ്ങളുടെ പ്രദേശത്ത് നല്ല നല്ല വീടുകൾ വന്നാൽ പിന്നെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ടാവില്ല, ചുമന്ന കൊടി പിടിക്കാൻ ആളില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് കുറെ കള്ളന്മാരെ കൂടെ കൂട്ടും. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലല്ല അവരുടെ കള്ളന്മാര്. അവരുടെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ അവർ അമ്പലക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കും, അവര് ഭഗവാന്റെ വാതിലും പൊളിക്കും, കട്ട്ളയും പൊളിക്കും. വേണ്ടി വന്നാൽ വിഗ്രഹം വരെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന കള്ളന്മാർക്ക് അവർ കുടപിടിക്കും. എല്ലാം അവർ ചെയ്യും. എന്നിട്ടോ നരേന്ദ്രമോദി കൊടുക്കുന്ന 300 പദ്ധതികളിൽ പല പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച് പേര് മാറ്റും. അങ്ങനെ പേര് മാറ്റിയ ഒരു പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് പദ്ധതി. ഹരിത കേരളം എന്നാണ് പിണറായി വിജയൻ പേരിട്ടിട്ടുള്ളത്. ഹരിത കേരളം പദ്ധതിയുടെ പൈസ മുഴുവൻ കൊടുക്കുന്ന ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ വേറൊരു പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ്. അതെല്ലാവർക്കും വീട് കൊടുക്കണം എന്നാണ് മോദിജി പറഞ്ഞത്. വീടില്ലാത്ത ഒരാൾ പോലും എന്റെ രാജ്യത്തുണ്ടാകാൻ പാടില്ല. ആ പദ്ധതിക്ക് ഇവര് പേര് മാറ്റി. എന്നിട്ട് എന്താക്കി? ലൈഫ് മിഷൻ എന്ന് പേരിട്ടു. തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആരെ കൂലി കൂട്ടിയത്? മോദി ഗവൺമെന്റ് ആണ്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചതാരാണ്? മോദി ഗവൺമെന്റ് ആണ്. എന്നാൽ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന അമ്മമാരെ പറ്റിച്ച് ചതിച്ച് മോദിക്കെതിരെ കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ മീറ്റിംഗിൽ വിളിച്ച് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ഒരു യോഗത്തിന് വന്നാൽ, MP ഒരു യോഗത്തിന് വന്നാൽ, മുഖ്യമന്ത്രി യോഗത്തിന് വന്നാൽ അവരെ സാരിയും ഉടുപ്പിച്ച് ആ പാവങ്ങളെ ചതിച്ച് അവരെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഇത് എത്ര കാലം നടക്കും? ഇതെല്ലാം മാറും.